കന്യാകുളങ്ങര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇനി സ്മാർട്ടാകും. 7.5 കോടി രൂപ മുടക്കി ആവിഷ്കരിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. 1.5 കോടി രൂപ ചിലവിൽ ആധുനിക നിലവാരത്തോടെ നിർമ്മിക്കുന്ന അത്യാഹിത വിഭാഗം ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. 6 കോടി രൂപയുടെ ചിലവിൽ നിർമ്മിക്കുന്ന OP ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഹൈവേയുടെ പരിസരമായതുകൊണ്ട് അപകടങ്ങൾ കൂടുതൽ ഉണ്ടായി വരുന്ന രോഗികളെ അതിനനുസരിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഏറെ ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് കന്യാകുളങ്ങര ഈ ആശുപത്രിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. MC റോഡിന്റെ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ആശുപത്രികളിലൊന്നായ കന്യാകുളങ്ങര ആശുപത്രിയുടെ ശോചനീയാവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സംബന്ധിച്ച് മാതൃഭൂമി നേരത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദിവസേന 700-ന് മുകളിൽ രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്താറുണ്ട്. ആരോഗ്യ മേഖല ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് നമ്മൾ നടത്തുന്നത്. കൊട്ടാരക്കര കഴിഞ്ഞാൽ റോഡ് സൈഡിൽ പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രം വരുന്നത് കന്യാകുളങ്ങരയാണ്. പുതുതായി നിർമ്മിച്ച അത്യാഹിത ബ്ലോക്കിൽ OP കൗണ്ടർ, രോഗികൾക്കുള്ള വിശ്രമമുറി, മിനി ഓപ്പറേഷൻ റൂം, ട്രോമ കെയർ സംവിധാനം, 50 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉണ്ടാകും. ലേബർ റൂം, ICU വിഭാഗം, സർജറി ബ്ലോക്ക് എന്നിവയുടെ പണികളും പുതിയ കെട്ടിടത്തിൽ പുരോഗമിക്കുകയാണ്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.